ഞാനിന്നേ എൻ്റെ ചീര കൃഷിയെപ്പറ്റി പറയാനായിട്ടാണ് വന്നേക്കുന്നത്. ചീര ഇതാ കണ്ടോ, പെട്ടെന്ന് തന്നെ ചീര വളർന്നു കിട്ടി. ഇതാ കണ്ടോ, ഇടയ്ക്ക് അതിൻ്റെ ഓരോ ഇലയുടെ അടിയിൽ നിന്നും ഓരോ അടുത്ത ശിഖരങ്ങൾ വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഇങ്ങനെ കൊഴുത്ത് കയറി വരും ഈ ചീര. അതിനെന്താ ഞാൻ മരുന്ന് ചെയ്തതെന്ന് പറയട്ടെ. ഗോമൂത്രം ആണ് കേട്ടോ. നമ്മുടെ അവിടെ പാല് കൊണ്ടുവരുന്ന ഒരു ആളാണ് പറഞ്ഞത് ചീരയ്ക്ക് ഏറ്റവും പറ്റിയ വളം ഗോമൂത്രം ആണ് എന്നാണ്. നമുക്കിപ്പം വേറെ കടകളിൽ നിന്ന് വാങ്ങുന്ന കീടനാശിനികളൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒന്നും അതുപോലെ ഈ മിക്സ്ചർ പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടല്ലോ ഫ്യൂരി ഇടാൻ, ഇങ്ങനെയുള്ള വളങ്ങളൊന്നും ഈ ചീരയ്ക്ക് ഇടേണ്ട ആവശ്യമല്ല. നമ്മുടെ സാധാ പച്ചക്കറി വേസ്റ്റ്, നമ്മളൊക്കെ അരിഞ്ഞു കളയുന്ന സാധാ പച്ചക്കറി വേസ്റ്റ് മാത്രം ഇട്ടാൽ മതി. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി ഇടാം. ഞാൻ ചാണകപ്പൊടി ആദ്യം ഈ ചീര ഇളക്കി നട്ടപ്പോൾ ഒരല്പം ചാണകപ്പൊടി അതിൻ്റെ അടിയിൽ ഞാൻ ഇട്ടായിരുന്നു. പക്ഷെ അതിന് ശേഷമാണ് ഈ ഗോമൂത്രത്തിൻ്റെ കാര്യം പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഗോമൂത്രം ഞാൻ അയാളോട് തന്നെ പറഞ്ഞു ഒരു കുപ്പി ഗോമൂത്രം കൊണ്ടുവരാമെന്ന് ചോദിച്ചു. അയാൾ കൊണ്ടുപോകും. ഞാനത് ചെറിയൊരു സ്പ്രേ കുപ്പിയിലാക്കിയിട്ട് ഞാനത് നല്ലവണ്ണം ഞാൻ സ്പ്രേ ചെയ്തു. സത്യം പറയട്ടെ, ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ ഈ ചീരയ്ക്ക് നല്ല ഒരു കൊഴുകൊഴുപ്പ് വന്നു. ഇതാ കണ്ടോ, വലിയ ജീവികളൊന്നും കൊത്തുന്നുമില്ല. അല്ലെങ്കിൽ ഈ ഒരു ജീവി, മുഞ്ഞ പോലത്തെ ഒരു ജീവി വന്നിട്ട് നമ്മുടെ ഈ ഇലയെല്ലാം കടിച്ച് നശിപ്പിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒന്നും ഇതിലില്ല. അപ്പോൾ ഗോമൂത്രം മാത്രം, സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് അതിശയമായി പോയി. ഗോമൂത്രം തളിച്ചാൽ ഇങ്ങനെയും ചീര കയറി വരുമെന്നുള്ളത്. ഞാൻ അടുത്ത ഒരു ബക്കറ്റിൽ ഞാൻ ഇത് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തളിക്കേണ്ട എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ ഒരു 6-7 ഇല വന്നതിന് ശേഷം ഗോമൂത്രം തളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവനെ അവിടെ നിർത്തിക്കുവാണ്. ഇനി അല്ലാതെ ഗ്രോ ബാഗിലും ഞാൻ നട്ടിട്ടുണ്ട്. സെയിം തന്നെ. കാരണം ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത എനിക്ക് ചീര റെഡിയായി വരും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രോ ബാഗിലും ഒരു 5 മൂടത്തായി ഞാനിതാ ഇങ്ങനെ നട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്നിങ്ങനെ കയറി വന്നിട്ടുണ്ട്. ഒരു 7-8 ഇല വിട്ടതിന് ശേഷം ഗോമൂത്രം ഞാനൊന്ന് സ്പ്രേ ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ നിങ്ങളും ഗോമൂത്രം കിട്ടുവാണെങ്കിൽ ഈ ചീരവിത്ത് നട്ടതിന് ശേഷം അത് വളമായിട്ട് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ തന്നെ അറിയാം അതിൻ്റെ ബലം. ഞാനത് തറയിലും 2 ചീരത്തായി ഞാൻ ഇളക്കി നട്ടിട്ടുണ്ട്. ഞാൻ ചീര വിത്ത് നട്ട് ഞാനൊരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചിരുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കയറി നോക്കാം അതെങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളും ചീരവിത്ത് നടുവാണെങ്കിൽ ഗോമൂത്രം എവിടെന്നെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരല്പം തളിക്കുക. നമുക്ക് നല്ല കൊഴുകൊഴുത്ത ചീര, ഗോമൂത്രം നല്ല ഗുണമുള്ള സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മരുന്നും കൂടെയാണ്. അപ്പോൾ നിങ്ങളും ഈ ചീര മാത്രമല്ല, വെണ്ട, പയർ, ഇതിനെല്ലാം ഈ ഗോമൂത്രം ഭയങ്കര നല്ലതെന്നാണ് പറയുന്നത്. ഞാനിനി വെണ്ടയിലൊക്കെ ഞാൻ തളിച്ചിട്ടുണ്ട്. തളിച്ചിട്ട് എൻ്റെ ഫലം എന്താണെന്ന് അറിഞ്ഞില്ല. ഇന്നലെ ഞാൻ തളിച്ചതേ ഉള്ളൂ. കുറച്ചുകൂടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇന്നലെ തളിച്ചതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫലം അറിയാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ പച്ചക്കറികൾ നട്ടിരിക്കുകയാണെങ്കിൽ ഗോമൂത്രം ജസ്റ്റ് ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ മറുപടി ഇടുക. അപ്പോൾ ഓക്കെ, ബൈ.